മാത്തമാറ്റിക്കൽ ലോജിക്കിന്റെ അകത്ത് നമ്മള് പ്രെഡിക്കേറ്റ് ലോജിക് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞതിന്റെ നേരെ തിരിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് സിമ്പിൾ തരുന്നു. ഇന്നലെ നമ്മൾ കണ്ടുപിടിച്ചത് പിന്നെ അതായത് സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നു, പ്രൊപ്പോസിഷൻ നമുക്ക് തന്നു, അതിനുശേഷം അത് സിമ്പിൾ ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നലെ നോക്കിയത്. അപ്പൊ ഇന്ന് നേരെ തിരിച്ചിട്ട്, അതായത് സിമ്പിൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റാന്നുള്ളതാണ് ചോദിക്കും പറയാൻ പോകുന്നത്. അപ്പൊ രണ്ടും എക്സാമിന് ചോദിക്കലുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും ചോദിക്കലുണ്ട്. സിമ്പിളിന് സ്റ്റേറ്റ്മെന്റിലേക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ സിമ്പിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും രണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പൊ രണ്ടും നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കണം. അപ്പൊ ഇന്നലത്തേത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. അത് നമ്മൾ ആ പിന്നെ കൺജങ്ഷൻ, ഡിസ്ജങ്ഷൻ, അതുപോലെ തന്നെ ബൈ കണ്ടീഷൻ, അതുപോലെ തന്നെ ഇഫ് ദെൻ കണ്ടീഷൻ അല്ലേ, അതായത് അങ്ങനെയൊക്കെ ഉള്ളത് കുറച്ചൊന്ന് പഠിച്ചു വെച്ചാൽ മതി. അതായത് ഓപ്പറേറ്റേഴ്സ് പഠിച്ചു വെച്ചാൽ തന്നെ ബാക്കി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒന്നോ രണ്ടോ എക്സാമ്പിൾ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്കത് സ്മൂത്ത് ആയിട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു രണ്ട് ഇത് നോക്കാം. പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹോട്ട് ഡേ. ഇറ്റ് ഈസ് ഹോട്ട് ഡേ. ക്യൂ എന്ന് പറയുന്നത് the temperature is 45 degree Celsius. 45 degree Celsius. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മളോട് പറയുന്നത്, ഞാൻ കുറച്ചൊന്ന് എഴുതാം, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എങ്ങനെ സ്റ്റേറ്റ്മെന്റിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ് നമുക്ക് നോക്കുന്നത്. സപ്പോസ് നമുക്ക് തന്നിരിക്കുന്ന സിമ്പിൾ എന്ന് പറയുന്നത് നെഗേഷൻ പി ആണെന്ന് വിചാരിക്കും. പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹോട്ട് ഡേ ആണ്. ഹോട്ട് ഡേ അല്ല എന്നുള്ളതാണ് എന്ത് നെഗേഷൻ പി വരുക. എങ്ങനെ നമുക്ക് പറയാം? ഇറ്റ് ഈസ് നോട്ട് എ ഹോട്ട് ഡേ അല്ലെ. ഇറ്റ് ഈസ് നോട്ട് എ ഹോട്ട് ഡേ. അതിന്റെ ലോജിക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നത്. പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹോട്ട് ഡേ എന്നാണ്. അതായത് ഭയങ്കര പിന്നെ ഉഷ്ണമുള്ള ദിവസമാണെന്ന് പറയുന്നല്ലേ. അതിന്റെ നെഗേഷൻ പി എന്നാണ് അങ്ങനെയല്ല, അങ്ങനെ ഉഷ്ണമുള്ള ദിവസം അല്ല. ഇറ്റ് ഈസ് നോട്ട് എ ഹോട്ട് ഡേ. അപ്പൊ അതിനെ നമ്മൾ നെഗേറ്റ് ചെയ്യുക ചെയ്തത്. പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പ്രൊപ്പോസിഷൻ നമ്മൾ നെഗേറ്റ് ചെയ്യുക ചെയ്തത്. ഓക്കെ, അപ്പൊ അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. നെഗേഷൻ ഓഫ് പി യൂണിയൻ ക്യൂ. ഇതുമായിട്ട് ഒരു ബന്ധമില്ലേ, ഇത് അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് വരുന്നത്. രണ്ടാമത്തേതായിട്ടാണ് വരുന്നത്. 1, 2. അപ്പൊ നെഗേഷൻ ഓഫ് പി യൂണിയൻ ക്യൂ അതാണ് നമ്മളോട് പറയുന്നത്. പി ഓർ കണ്ടീഷൻ ക്യൂ എങ്ങനെ വരും? ഇറ്റ് ഈസ് ഹോട്ട് ഡേ ഓർ ദ ടെമ്പറേച്ചർ ഈസ് 45 degree Celsius അല്ലേ. അങ്ങനെ പറഞ്ഞൂടെ നമുക്ക്? പി യൂണിയൻ ക്യൂ എന്നുള്ളത്, പി യൂണിയൻ ക്യൂ എന്നുള്ളത് എങ്ങനെ പറയാം? പി യൂണിയൻ ക്യൂ ആണേ പറയുന്നത്. പി യൂണിയൻ ക്യൂ എങ്ങനെ പറയാം നമുക്ക്? ഇറ്റ് ഈസ് ഹോട്ട് ഡേ, ഇറ്റ് ഈസ് ഹോട്ട് ഡേ ഓർ അല്ലേ, ഓർ the temperature is 45 degree Celsius. അതായത് ക്യൂ തന്നിട്ടുള്ളത് the temperature is 45 degree Celsius ആണ്. അപ്പൊ അത് നമുക്ക് എഴുതാം. or the temperature is 45 degree Celsius. ഇത് പി യൂണിയൻ ക്യൂ മാത്രമേ ആവുന്നുള്ളൂ അല്ലേ. ഇത് എന്തേ ആവുന്നുള്ളൂ? പി യൂണിയൻ ക്യൂ മാത്രമേ ആവുന്നുള്ളൂ. നമ്മളോട് അതല്ല പറഞ്ഞിട്ടുള്ളത്. നെഗേഷൻ ഓഫ് പി യൂണിയൻ ക്യൂ ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ അങ്ങ് നെഗേറ്റ് ചെയ്തേക്കണേ അല്ലേ. എങ്ങനെ പറയാം നമുക്ക്? ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് അല്ലെ. ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്. അപ്പൊ ഞാൻ വേറെ ലൈനിൽ എഴുതിയത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എന്നാ പറയുന്നത് അല്ലെ. അതായത് നെഗേഷൻ വന്നു. ബാക്കി എന്താ നമ്മളോട് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? ഇറ്റ് ഈസ് ഹോട്ട് ഡേ ഓർ ദ ടെമ്പറേച്ചർ ഈസ് 45 degree Celsius. It is hot day or the temperature is 45 degree Celsius. P union Q. P union Q negation. Negation it is false that. പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണെന്നാ പറയുന്നത് അല്ലെ. അതായത് ഹോട്ട് ഡേയോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ 45 degree Celsius അല്ല, അങ്ങനെയാണ് പറയുന്നത് അല്ലെ. നെഗേറ്റ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നെഗേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അടുത്ത ഒന്ന് നോക്കി നോക്കാം. അടുത്തത്
നെഗേഷൻ ഓഫ് പി ഇന്റർസെക്ഷൻ ക്യൂ അല്ലെ, പി കൺജങ്ഷൻ. കൺജങ്ഷൻ വരുന്ന സമയത്ത് നമുക്കറിയാം എങ്ങനെ വരുക, ആൻഡ് ഓപ്പറേഷനാ വരുക അല്ലെ, ആൻഡ് ഓപ്പറേഷനാ വരുക. അപ്പൊ നെഗേഷൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് പി കൺജങ്ഷൻ ക്യൂനെ എങ്ങനെ എഴുതാ, ഇറ്റ് ഈസ് ഹോട്ട് ഡേ ആൻഡ് അല്ലെ, ആൻഡ് the temperature is 45 degree Celsius. P conjunction Q. P conjunction Q. P conjunction Q ആയല്ലേ, നമ്മൾ ഇത്ര പോലെ സ്റ്റേറ്റ് വരുന്ന സമയത്ത് P conjunction Q ആയി. ബട്ട് ഇവിടെ എന്തുണ്ട്, ഒരു നെഗേഷൻ ഉണ്ട് അല്ലേ, അപ്പൊ എന്ത് പറയണം, ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് അല്ലേ, അത് തെറ്റാണ് അല്ലേ, ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്. അല്ലെങ്കിൽ ഇവിടെ ആയാലും മതി അല്ലെ, ഇവിടെ നെഗേറ്റ് ചെയ്താലും മതി. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതുന്നതായിരിക്കും ഏറ്റവും നന്നായിട്ടുണ്ടാവുക. ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ഇറ്റ് ഈസ് ഹോട്ട് ഡേ ആൻഡ് ദ ടെമ്പറേച്ചർ ഈസ് 45 degree Celsius. Okay, it is false that it is a hot day and the temperature is hot day and the temperature is 45 degree Celsius. നമുക്കത് നേരെ സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റാൻ വലിയ ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിട്ടില്ല. നമുക്ക് തന്നിരിക്കുന്നത് നെഗേഷൻ ഓഫ് നെഗേഷൻ പി ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും, ഇവിടെ നമ്മള് നെഗേഷൻ ഓഫ് പി എന്നുള്ളത് എങ്ങനെ നമുക്ക് എഴുതാം, പി എന്നുള്ളത് ഇറ്റ് ഈസ് എ ഹോട്ട് ഡേ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നെഗേഷൻ പി എങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് നോട്ട് എ ഹോട്ട് ഡേ. ഇതെന്തായി, നെഗേഷൻ പി ആയി അല്ലെ, നെഗേഷൻ പി ആയി. നെഗേഷൻ പിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടി നെഗേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാ, ഇറ്റ് ഈസ് നോട്ട് ട്രൂ അല്ലെ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് അല്ലെ, ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് പറയാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ട്രൂ അല്ലെ, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. രണ്ടും സെയിം ആണ്. ഇറ്റ് ഈസ് നോട്ട് ട്രൂ എന്ന് പറയുന്നതും ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് അല്ലെ, നോട്ട് ട്രൂ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഫോൾസ് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ട്രൂ. ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ്. ഇറ്റ് ഈസ് നോട്ട് ട്രൂ എന്ന് പറയുന്ന സമയത്ത് എന്തായി, നെഗേഷൻ ആയി. ഉള്ളിലത്തെ നെഗേഷൻ പിക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, പിന്റെ ഇറ്റ് ഈസ് എ ഹോട്ട് ഡേ ആണെങ്കിൽ നെഗേഷൻ പി എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് എ ഹോട്ട് ഡേ. അപ്പൊ നെഗേഷൻ പി നെഗേഷൻ, നെഗേഷൻ ഓഫ് നെഗേഷൻ പി വന്നു അല്ലെ, ശരിക്കും പി ആണ് അല്ലെ, നെഗേഷൻ ഓഫ് നെഗേഷൻ പി എന്ന് പറയുന്നത് പി ആണ്. പക്ഷെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ വരും അല്ലെ. കൺഫ്യൂഷൻ ഇല്ലെന്ന് വിചാരിക്കുന്നത്. അടുത്ത നമുക്ക് തന്നിരിക്കുന്നത് പി ഇന്റർസെക്ഷൻ ക്യൂ ആണെന്ന് വിചാരിക്കും. അതായത് പി ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് കൺജങ്ഷനെയാണ്. ഞാൻ ഇന്റർസെക്ഷൻ നമ്മൾ പറഞ്ഞതാണ്, പണ്ടേ നമ്മൾ അങ്ങനെ പറഞ്ഞു പഠിച്ചു പോയതുകൊണ്ട് അങ്ങനെ വരുന്നുള്ളൂ. കൺജങ്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, അതായത് ആൻഡ് ഓപ്പറേഷൻ. അപ്പൊ പി കൺജങ്ഷൻ ക്യൂ ആണെങ്കിൽ എന്താ പറയുന്നത്, പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹോട്ട് ഡേ, ഇറ്റ് ഈസ് എ ഹോട്ട് ഡേ. കൺജങ്ഷൻ അല്ലെ, ആൻഡ് ക്യൂ the temperature is 45 degree Celsius അല്ലെ. പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹോട്ട് ഡേ, കൺജങ്ഷൻ ആൻഡ് ക്യൂ the temperature is 45 degree Celsius. അപ്പൊ പി കൺജങ്ഷൻ ക്യൂ എന്നുള്ളത് ഇറ്റ് ഈസ് എ ഹോട്ട് ഡേ ആൻഡ് the temperature is 45 degree Celsius എന്ന്. ഓക്കെ, ഇതിന് പകരം പി യൂണിയൻ ക്യൂ ആണെങ്കിൽ എങ്ങനെ വരുക, പി എന്താ, ഇറ്റ് ഈസ് എ ഹോട്ട് ഡേ, ഇറ്റ് ഈസ് എ ഹോട്ട് ഡേ. ഡിസ്ജങ്ഷൻ ആണ് അല്ലെ, ഓർ ക്യൂ the temperature is 45 degree Celsius അല്ലെ. അതായത് പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹോട്ട് ഡേ, ഡിസ്ജങ്ഷൻ വന്നുകൊണ്ട് ഇവിടെ ഓർ ക്യാപിറ്റൽ ലെറ്റർ എഴുതുന്നൊന്നുമില്ല, ഞാൻ അങ്ങനെ എഴുതുമ്പോൾ എഴുതിപ്പോയതാണ്. ഓറാണ്, സാധാരണ ഓറാണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ വരിക. ഇറ്റ് ഈസ് എ ഹോട്ട് ഡേ ഓർ ദ ടെമ്പറേച്ചർ ഈസ് 45 degree Celsius. പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹോട്ട് ഡേ, ഡിസ്ജങ്ഷൻ വന്നു, ഓർ വന്നു,
Q എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഈസ് 45 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പൊ നമുക്ക് തോന്നുന്നില്ലേ, ഓ ഇത്ര സിമ്പിൾ ആയിരുന്നു, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, നമുക്ക് കിട്ടായിട്ടാണെന്ന് അല്ലേ? അപ്പൊ ഏകദേശം പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അടുത്തതിനകത്തേക്ക് പോവാം. നെക്സ്റ്റ് വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി കേട്ട ടേം തന്നെ ആയിരിക്കും. ഡ്യുവൽ എന്താ, ഡ്യുവൽ എന്നുള്ളത് എഴുതാനൊക്കെ അല്ലേ, പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി. നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ ഞാൻ എഴുതുമ്പോൾ നിങ്ങളും അതിന്റെ കൂടെ തന്നെ എഴുതി നോക്കല്ലോ നോട്ടില് അല്ലേ. Two formulas P and Q are said to be dual of each other, either one can be obtained from the other by replacing and by or by and. മനസ്സിലാവാൻ വേണ്ടിയിട്ടതാണ് and by or by and. അതായത് കൺജങ്ഷൻ ബൈ ഡിസ്ജങ്ഷൻ ആൻഡ് ഡിസ്ജങ്ഷൻ ബൈ കൺജങ്ഷൻ. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. Also, if the formula contain true or false, then replace true by false and false by true. Principle of duality that three പറയുന്നുള്ളൂ. To obtain the dual. കാണുന്നില്ല അല്ലെ, ഞാൻ കാണിച്ചത്. To obtain the dual. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എന്താ പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റിനകത്ത് എന്താ പറയുന്നത്? Two formulas P and Q are said to be dual of each other. Either one can be obtained from the other by replacing conjunction by disjunction and disjunction by conjunction. Also, if the formula contain true or false, then replace true by false and false by true to obtain the dual. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമ്മൾ എങ്ങനെയാ പറയുന്നത്? ഓർ ഉണ്ടെങ്കിൽ അതിനെ എന്താക്കണം? ആൻഡ് ആക്കണം. അതുപോലെ തന്നെ ആൻഡ് ഉണ്ടെങ്കിൽ എന്താക്കണം? അതിനെ ഓർ ആക്കണം. ഓറിന് ആൻഡ് ആക്കണം, ആൻഡിന് ഓർ ആക്കണം. അതുപോലെ തന്നെ ട്രൂ ഉണ്ടെങ്കിൽ ഫാൾസ് ആക്കണം, ഫാൾസ് ഉണ്ടെങ്കിൽ അതിനെ ട്രൂ ആക്കണം. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? നമുക്ക് കിട്ടിയിരിക്കുന്ന ഏതാണോ രണ്ട് ഫോമുലകൾ അതിന്റെ ഡ്യുവല് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. തന്നിരിക്കുന്നതിന്റെ ഡ്യുവല് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഒന്നുകൂടെ ഓർമ്മിക്കുക. Two formulas P and Q are said to be dual of each other. Either one can be obtained from the other by replacing the and by or by and. Also, if the formula contain true or false, replace true by false and false by true to obtain the dual. അപ്പൊ ഇത് ഇത്രയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഒരെണ്ണം ചെയ്ത് നോക്കുമ്പോൾ വേഗം മനസ്സിലാവും. എന്നിട്ട് ഞാൻ പിന്നെ ഡെഫിനിഷൻ ഒന്ന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്.
അപ്പോൾ ഡ്യുവാലിറ്റിനകത്ത് നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? റീപ്ലേസ് അല്ലേ? റീപ്ലേസ് എങ്ങനെയാ റീപ്ലേസ് ചെയ്യേണ്ടത്? ഓറിനെ ആൻഡ് ആക്കണം, ആൻഡിനെ ഓർ ആക്കണം, ട്രൂനെ ഫാൾസ് ആക്കണം, ഫാൾസിനെ ട്രൂ ആക്കണം. ഇതൊന്നും ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇത്രയേ വേണ്ടു നമുക്ക് ഡ്യുവല് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് തന്നിരിക്കുന്നത് P ഇന്റർസെക്ഷൻ Q യൂണിയൻ R ആണെന്ന് വിചാരിക്കും. P ഇന്റർസെക്ഷൻ Q യൂണിയൻ R ആണെന്ന് വിചാരിക്കും. എങ്ങനെ നമുക്ക് മാറ്റാം? ഡ്യുവല് കാണുന്ന സമയത്ത് കൺജങ്ഷനാ ഡിസ്ജങ്ഷൻ ആക്കണം അല്ലേ? പിന്നെ Q ഉണ്ട്, ഡിസ്ജങ്ഷനാ കൺജങ്ഷൻ ആക്കണം അല്ലെ? എന്റെ ഡ്യുവല് കാണാൻ വേണ്ടിയിട്ട് വലിയ ഒരു ബുദ്ധിമുട്ടില്ല. കൺജങ്ഷൻ അവിടെ ഡിസ്ജങ്ഷൻ കൊടുത്തു, ഡിസ്ജങ്ഷന്റെ അവിടെ കൺജങ്ഷൻ കൊടുത്തു. നമ്മളോട് തന്നെ പറയുന്നത് റീപ്ലേസ് ചെയ്യാനാ പറയുന്നത്. ഡിസ്ജങ്ഷനെ കൺജങ്ഷനും, കൺജങ്ഷനെ ഡിസ്ജങ്ഷനും ആക്കുക. ട്രൂ ഉണ്ടെങ്കിൽ ഫാൾസ് ആക്കുക, ഫാൾസ് ഉണ്ടെങ്കിൽ ട്രൂ ആക്കുക. അപ്പൊ ഇവിടെ ഫാൾസും ട്രൂ ഒന്നും വരാത്തതുകൊണ്ട് ഈ രണ്ടെണ്ണം നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഓക്കെ, നമുക്ക് അങ്ങനെയുള്ളത് വന്നിട്ട് നോക്കാം. ട്രൂവും ഫാൾസ് വരുന്നുണ്ടോ നോക്കാം നമുക്ക്. P ഇന്റർസെക്ഷൻ Q യൂണിയൻ ട്രൂ. ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യുവല് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? P ഇന്റർസെക്ഷൻ Q ഇന്റർസെക്ഷൻ പകരം P യൂണിയൻ, പിന്നെ യൂണിയന് പകരം ഇന്റർസെക്ഷൻ, ട്രൂന് പകരം ഫാൾസ് അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? തന്നിരിക്കുന്നത് ഇതാണെങ്കിൽ ഇതിന്റെ ഡ്യുവല് കാണാൻ നമ്മൾ എന്താ ചെയ്തേ? P ഇന്റർസെക്ഷൻ Q ആണെങ്കിൽ ഇന്റർസെക്ഷനെ മാറ്റിയിട്ട് നമ്മൾ എന്താക്കി? ഓർ ഓപ്പറേഷൻ, അതായത് ഡിസ്ജങ്ഷൻ യൂസ് ചെയ്തു. ഇന്റർസെക്ഷൻ അതായത് കൺജങ്ഷനെ മാറ്റി നമ്മളിവിടെ ഡിസ്ജങ്ഷൻ ആക്കി, ഡിസ്ജങ്ഷനെ മാറ്റി നമ്മൾ കൺജങ്ഷൻ ആക്കി, ട്രൂ ഉണ്ടായിരുന്നത് ഇവിടെ എന്താക്കി മാറ്റി? നമ്മൾ ഫാൾസ് ആക്കി മാറ്റി. അപ്പൊ അങ്ങനെ ഡ്യുവല് കാണാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടേ ഇല്ല. ഇത് മാത്രം ഓർമ്മിച്ചാൽ മതി. ഡ്യുവല് കാണാൻ വേണ്ടിയിട്ട് റീപ്ലേസ് ചെയ്യാം. ഡിസ്ജങ്ഷനെ കൺജങ്ഷൻ, കൺജങ്ഷൻ ഡിസ്ജങ്ഷൻ, ട്രൂനെ ഫാൾസ്, ഫാൾസിനെ ട്രൂ. അതേ നമ്മൾ ഇവിടെയും ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഈ തന്നിരിക്കുന്നതിന് ഫോർമുലേന്റെ ഡ്യുവല് കാണാൻ വേണ്ടി നമ്മൾ കൺജങ്ഷനെ ഡിസ്ജങ്ഷനും, ഡിസ്ജങ്ഷനെ കൺജങ്ഷനും ആക്കി, ട്രൂനെ ഫാൾസും ആക്കി. നമ്മൾ ഇതേ ഫോർമുല ഇത് റൂള് നമ്മൾ ഫോളോ ചെയ്തിട്ട്. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ബാക്കോട്ട് അടിച്ചിട്ട് ഒന്നുകൂടെ കാണണേ. നമ്മൾ ക്ലാസ് ഡയറക്റ്റ് നേരിട്ടല്ലാണ്ട് എടുക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം അറിയില്ലല്ലോ. അപ്പൊ ഒന്ന് ബാക്കോട്ട് അടിച്ചിട്ട് കാണാൻ വേണ്ടി നോക്കണം. ഡ്യുവാലിറ്റി ഒന്നും വലിയ ബുദ്ധിമുട്ടേ ഇല്ലാത്തതാണ്. നെക്സ്റ്റ് വരുന്നത് ടോട്ടോളജി. വാല്യൂ സ്റ്റേറ്റ്മെന്റ് അല്ലേ? A proposition P is tautology if it is true under all circumstances. It means that it contain only true in the final column of its truth table. ടോട്ടോളജി അല്ലെങ്കിൽ വാലിഡ് എന്ന് പറഞ്ഞാൽ എന്താ? എ പ്രൊപ്പോസിഷൻ, ഏതെങ്കിലും ഒരു പ്രൊപ്പോസിഷൻ പി എന്ന് പറയുന്നത് ടോട്ടോളജി ആണെങ്കിൽ അല്ലെ, വാലിഡ് ആണെങ്കിൽ എങ്ങനെ നമുക്ക് നോക്കാം? എ പ്രൊപ്പോസിഷൻ പി ഈസ് ടോട്ടോളജി ഇഫ് ഇറ്റ് ഈസ് ട്രൂ അണ്ടർ ഓൾ സർക്കംസ്റ്റാൻസസ്. എല്ലാ കണ്ടീഷനിലും എന്തായിരിക്കണം? ട്രൂ ആയിരിക്കണം. നമ്മൾ ഡിഫറെന്റ് ഇൻപുട്ട് കൊടുത്തിട്ടാണ് നമ്മൾ നോക്കുന്നത് അല്ലെ? എല്ലാ ഇൻപുട്ടിലും എന്തായിരിക്കണം? ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കണം. ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻ ഓൺലി ട്രൂ ഇൻ ദ ഫൈനൽ കോളം ഓഫ് ഇറ്റ്സ് ട്രൂത്ത് ടേബിൾ. നമ്മുടെ ട്രൂത്ത് ടേബിളിനകത്ത് നമ്മൾ കോളം ബൈ കോളം വരച്ചു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ തന്നിരിക്കുന്ന പ്രൊപ്പോസിഷന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ എഴുതുക അല്ലെ? ഫൈനൽ ഔട്ട്കം എഴുതുക. ആ ഫൈനൽ ഔട്ട്കത്തിന്റെ ടേബിൾ കോളം എന്തായിരിക്കണം? ഫുള്ള്
ട്രൂ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് ആ ഒരു പ്രൊപ്പോസിഷനെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ ടോട്ടോളജി അല്ലെങ്കിൽ വാലിഡ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ വാലിഡ് പ്രൊപ്പോസിഷൻ നമുക്ക് പറയാം. ഇപ്പൊ ടോട്ടോളജി അല്ലെങ്കിൽ വാലിഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊപ്പോസിഷൻ പി ഈസ് ടോട്ടോളജി ഇഫ് ഇറ്റ് ഈസ് true under all circumstances. It means that it contains only true in the final column of its truth table. നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനത്തെ വരുന്നുണ്ട് നമുക്ക് രണ്ട് മൂന്നെണ്ണം. അതിന്റെ ഇടക്ക് ഒന്ന് രണ്ട് തിയറി ഉള്ളത് അതുകൂടെ പറഞ്ഞു പോവാന്ന് വിചാരിച്ചിട്ടാണ്. നെക്സ്റ്റ് വരുന്നത് കോൺട്രഡിക്ഷൻ. കോൺട്രഡിക്ഷൻ 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 എന്നാ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്? കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ അൺസാറ്റിസ്ഫൈബിൾ എന്ന് കൂടി നമ്മൾ പറയുന്നത്. കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ അൺസാറ്റിസ്ഫൈബിൾ എന്ന് കൂടി നമ്മൾ പറയുന്നത്. കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്റ്റേറ്റ്മെന്റ് that is always false. ഓൾവേസ് ഫാൾസ് അല്ലെ? നേരത്തെ നമ്മൾ പറഞ്ഞത് ഓൾവേസ് ട്രൂ ആ പറഞ്ഞു. ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത്? ഓൾവേസ് ഫാൾസ് ഈസ് കോൾഡ് എ കോൺട്രഡിക്ഷൻ. എല്ലാ കണ്ടീഷനിലും ട്രൂ ആണെങ്കിൽ അതിന് ടോട്ടോളജി അല്ലെങ്കിൽ വാലിഡ് എന്ന് പറയുന്നു. എല്ലാ കണ്ടീഷനിലും അത് ഫോൾസ് ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയുന്നു? കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ അൺസാറ്റിസ്ഫൈബിൾ നമ്മൾ പറയുന്നു. ഇപ്പൊ കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് ഓൾവേസ് ഫോൾസ് ഈസ് കോൾഡ് എ കോൺട്രഡിക്ഷൻ. എപ്പോഴും ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അല്ലെ, ട്രൂത്ത് ടേബിളിനകത്ത് ഫോൾസ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? കോൺട്രഡിക്ഷൻ നമ്മൾ പറയും. ഇപ്പൊ നമ്മൾ ടോട്ടോളജി പറഞ്ഞു, കോൺട്രഡിക്ഷൻ പറഞ്ഞു. അപ്പോൾ ടോട്ടോളജിന്റെ അകത്താണെങ്കിൽ എല്ലാം ട്രൂ ആയിരിക്കും പറഞ്ഞു അല്ലെ. കോൺട്രഡിക്ഷന്റെ അകത്താണ് നമ്മൾ എന്താ പറഞ്ഞേ? എല്ലാം ഫാൾസ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ചില കേസിൽ നമുക്ക് ട്രൂവും ഫാൾസും ഉണ്ടാവും അല്ലെ. നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ട്രൂവോ അല്ലെങ്കിൽ ഫാൾസോ ഉണ്ടാവും. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റും ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള നമുക്ക് എന്ത് പറയാം? കണ്ടിൻജൻസി എന്ന് പറയാം. അതായത് a statement that can be either true or false അല്ലെ? either true or false depending upon the truth values of the variable. depending upon the truth values of its variable അല്ലെ. അതിനെ നമുക്ക് എന്താ പറയാ? കണ്ടിൻജൻസി എന്ന് പറയാം, അല്ലെങ്കിൽ സാറ്റിസ്ഫയബിൾ. കണ്ടിൻജൻസി ഓർ സാറ്റിസ്ഫയബിൾ. അപ്പൊ നമ്മളിപ്പോ മൂന്നെണ്ണ പറഞ്ഞത്: ടോട്ടോളജി ഓർ വാലിഡ്, അതുപോലെ തന്നെ കോൺട്രഡിക്ഷൻ ഓർ അൺസാറ്റിസ്ഫയബിൾ, അതുപോലെ തന്നെ കണ്ടിൻജൻസി ഓർ സാറ്റിസ്ഫയബിൾ. ടോട്ടോളജി ഓർ വാലിഡിന്റെ അകത്ത് നമ്മൾ എന്താ പറഞ്ഞത്? എല്ലാ കണ്ടീഷനിലും ഏതൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും, അതായത് ടോട്ടോളജി ആയിരിക്കും. കോൺട്രഡിക്ഷന്റെ അകത്ത് നമ്മൾ എന്താ പറഞ്ഞത്? എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫാൾസ് ആയിരിക്കും, അൺസാറ്റിസ്ഫയബിൾ അല്ലെങ്കിൽ കോൺട്രഡിക്ഷൻ. കണ്ടിൻജൻസി അല്ലെങ്കിൽ സാറ്റിസ്ഫയബിളിന്റെ അകത്ത് എന്താ നമ്മൾ പറയുന്നത്? നമ്മൾ കൊടുത്തിരിക്കുന്ന ട്രൂത്ത് വാല്യൂവിനനുസരിച്ചിട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫാൾസ് ആവാം അല്ലെ. കണ്ടിൻജൻസിന്റെ എന്താ പറയുന്നത്? എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ക്യാൻ ബി ഐദർ ട്രൂ ഓർ ഫാൾസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ട്രൂത്ത് വാല്യൂസ് ഓഫ് ഇറ്റ്സ് വേരിയബിൾ. നമ്മൾ കൊടുത്തിരിക്കുന്ന ട്രൂത്ത് വാല്യൂവിനനുസരിച്ചിട്ട് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രൂവോ അല്ലെങ്കിൽ ഫോൾസോ ആയിരിക്കാം. അപ്പൊ ഈ മൂന്ന് പേര് ഒന്ന് മനസ്സിൽ ഓർത്തു വെക്കണം.
നമുക്ക് അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഒരു പ്രൊപ്പോസിഷൻ നമുക്ക് നോക്കാം. P intersection Q P അല്ലേ? P intersection Q then P. If P intersection Q then P അല്ലേ? നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ഒന്ന് എഴുതി നോക്കാം. P Q true 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 false false true false false. നമ്മൾ എല്ലാ കണ്ടീഷനും 0 0 0 1 1 0 1 1 ആ കണ്ടീഷൻ നമ്മൾ കൊടുത്തു. നമ്മൾ P ഇന്റർസെക്ഷൻ Q കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ വരും നോക്കാം. P ഇന്റർസെക്ഷൻ Qന്റെ അകത്ത് നമുക്കറിയാം രണ്ട് ഇൻപുട്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ട്രൂ ആവുള്ളൂ. അതായത് ഏതൊക്കെ ഇൻപുട്ട് ട്രൂ കൊടുത്തിട്ടുണ്ടോ എല്ലാ ഇൻപുട്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ട്രൂ ആവുള്ളൂ. അപ്പൊ ഇവിടെയും ട്രൂ ആയതുകൊണ്ട് ഔട്ട്പുട്ട് ട്രൂ. ബട്ട് ഇവിടെ ഒന്ന് ഫാൾസ് ആയതുകൊണ്ട് ഇത് എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ഇതിൽ ഒന്ന് ഫാൾസ് ആയതുകൊണ്ട് ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. ഇതിൽ രണ്ടും എന്താണ്? ഫാൾസ് ആണ്. ഔട്ട്പുട്ട് എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് നെഗേഷൻ ഓഫ് P ഇന്റർസെക്ഷൻ Q കണ്ടുനോക്കാം നമുക്ക്. നെഗേഷൻ ഓഫ് P ഇന്റർസെക്ഷൻ Q, അതായത് P ഇന്റർസെക്ഷൻ Q എന്താണോ കിട്ടിയിട്ടുള്ളത് അതിന്റെ നെഗേഷൻ നമുക്ക് കണ്ടുനോക്കാം. ഫാൾസ് ട്രൂ ട്രൂ ട്രൂ. ഇനി നമുക്ക് നെഗേഷൻ ഓഫ് P ഇന്റർസെക്ഷൻ Q യൂണിയൻ P കണ്ടു കഴിഞ്ഞാൽ എന്ത് വരും നോക്കാം. നെഗേഷൻ ഓഫ് P ഇന്റർസെക്ഷൻ Q യൂണിയൻ P കണ്ടു കഴിഞ്ഞാൽ എന്ത് വരും? P ഞാൻ ഇവിടെ ഒന്ന് എഴുതി വെക്കുന്നുണ്ട് വെറുതെങ്കിലും. Pയുടെ വാല്യൂ ട്രൂ ട്രൂ എഫ് എഫ്. Pയുടെ വാല്യൂ ഞാൻ ഇവിടെ എഴുതുന്നത് ട്രൂ ട്രൂ എഫ് എഫ്. ഇവിടുത്തെ ഞാൻ ഒന്ന് എടുത്ത് ഇവിടെ എഴുതിയേ ഉള്ളൂ. അപ്പൊ നെഗേഷൻ ഓഫ് P ഇന്റർസെക്ഷൻ Q നമുക്കുണ്ട്, P ഇവിടെ ഉണ്ട്. ഇത് രണ്ടിന്റെ യൂണിയൻ കണ്ടു കഴിഞ്ഞാൽ എന്ത് വരും നോക്കാം നമുക്ക്. എഫ് യൂണിയൻ ട്രൂ ട്രൂ അല്ലെ? ഫാൾസ് യൂണിയൻ ട്രൂ. അതായത് നമ്മൾ യൂണിയന്റെ കേസിൽ നമുക്കറിയാം, അതായത് ഡിസ്ജങ്ഷന്റെ കേസിൽ എന്താ നമ്മൾ പറയുന്നത്? ഏതെങ്കിലും ഒരു ഇൻപുട്ട് ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഇവിടെ ഒരു ഇൻപുട്ട് ട്രൂ ആണ്, ഔട്ട്പുട്ട് എന്തായി? ട്രൂ ആണ്. ഇവിടെ രണ്ടും ട്രൂ ആണ്, ഔട്ട്പുട്ട് ട്രൂ ആണ്. ഇവിടെ ഒരെണ്ണം ട്രൂ ഉണ്ട്, ഔട്ട്പുട്ട് ട്രൂ ആണ്. ഇവിടെ ഒരെണ്ണം ട്രൂ ഉണ്ട്, ഔട്ട്പുട്ട് ട്രൂ ആണ്. അതായത് P ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? P ഇന്റർസെക്ഷൻ Q then P എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? നെഗേഷൻ ഓഫ് P ഇന്റർസെക്ഷൻ Q യൂണിയൻ P. അതായത് നമ്മൾ P ബൈ Q എന്നുള്ളതിന് നമ്മൾ എങ്ങനെ എഴുതലുണ്ട്? നെഗേഷൻ P യൂണിയൻ Q. അതായത് P ബൈ Q എന്നുള്ളതിന് നമുക്ക് നെഗേഷൻ P യൂണിയൻ Q എന്ന് എഴുതാം അല്ലെ? അതായത് എന്താണോ ലെഫ്റ്റിലുള്ളത് അതിനെ നെഗേറ്റ് ചെയ്യാം. എന്താണോ ലെഫ്റ്റിലുള്ളത് അതിനെ നെഗേറ്റ് ചെയ്യാം. P ഇന്റർസെക്ഷൻ Q നെഗേഷൻ ചെയ്തു. യൂണിയൻ എന്താണോ റൈറ്റ് സൈഡിലുള്ളത് അതുമായിട്ട് ഡിസ്ജങ്ഷൻ ചെയ്യാം. അതായത് ഈ ഒരു ഫോമുല, അതായത് P ബൈ Q എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതി? നെഗേഷൻ ഓഫ് P യൂണിയൻ Q നമുക്കുണ്ട് അല്ലെ? ഇങ്ങനെ ഒരു ഫോമുല നമുക്കുണ്ട്. അപ്പൊ ആ ഫോമുല വെച്ചിട്ടാണ് ഞാനിപ്പം ഈ തന്നിരിക്കുന്നതിനെ ഇങ്ങനെ എഴുതിയത്. അതായത് ലെഫ്റ്റ് ഹാൻഡിലെ നെഗേഷൻ ഓഫ് P ഇന്റർസെക്ഷൻ Q യൂണിയൻ റൈറ്റ് സൈഡിലുള്ള P. നെഗേഷൻ ഓഫ് P ഇന്റർസെക്ഷൻ Q യൂണിയൻ P എന്നുള്ളത് ഞാൻ അങ്ങനെ എഴുതിയിട്ടുള്ളത് ഈ ഒരു ഫോമുല വെച്ചിട്ട്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട് നോക്കിയാട്ടെ. എല്ലാ ഔട്ട്പുട്ടും നമുക്ക് ഇവിടെ ട്രൂ ആണ് കിട്ടിയിട്ടുള്ളത് അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാ? ഇത് ഇറ്റ് ഈസ് എ ടോട്ടോളജി അല്ലെ? വൈ ദ ഔട്ട്പുട്ട് ഈസ് ട്രൂ ഫോർ ഓൾ കണ്ടീഷൻ അല്ലെ? എല്ലാ കണ്ടീഷനിലും അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ നമുക്ക് കിട്ടിയിട്ടുള്ളത്? ട്രൂ ആണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ എല്ലാ കണ്ടീഷനിലും ഔട്ട്പുട്ട് ട്രൂ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടോളജി അല്ലെ? ടോട്ടോളജി അല്ലെങ്കിൽ വാലിഡ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇപ്പൊ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടോട്ടോളജി ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ അങ്ങനെ ഞാൻ അങ്ങനെ സ്പീഡ് ആക്കിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് കുറച്ച് ലോസ് നോക്കാം. കുറച്ച് ലോസ് ആണ് നമ്മൾ പറയുന്നത്.
ഒന്നാമത്തെ കുറച്ച് ലോ, അത് ലോ എന്തായാലും പഠിച്ചിരിക്കണം. ആ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നെ സിംപ്ലിഫൈ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ മുന്നേ കേട്ടത് തന്നെ ആയിരിക്കും ഐഡംപൊട്ടന്റ്, അതുപോലെ തന്നെ ഐഡന്റിറ്റി എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ കുറെ എണ്ണം അല്ലെ, പിന്നെ എന്താണ് അസോസിയേറ്റീവ് എന്നെല്ലാം പറഞ്ഞിട്ട് അത് തന്നെ പറയുന്നുള്ളൂ. ഒന്ന് ബ്രഷപ്പ് ചെയ്യാം, അതൊന്ന് ഓർമ്മിച്ച് വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അത് പിന്നെ കിട്ടാണ്ടായി പോകും. സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഫോർമുല ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. ഒന്നാമത്തേത് ഐഡംപൊട്ടന്റ് ലോ. അതിനകത്ത് എന്താ പറയുന്നത്? P ഇന്റർസെക്ഷൻ Q അല്ലെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വലന്റ് ആണ് അല്ലെ. ഒന്നാമത്തെ ലോ ഐഡംപൊട്ടന്റ് ലോ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. P സപ്പോസ് 0 ആണ് വിചാരിച്ച്, P സപ്പോസ് 1 ആണ്. P ഇന്റർസെക്ഷൻ P എന്ത് കിട്ടും നമുക്ക്? 0 കൺജങ്ഷൻ 0. 0 കൺജങ്ഷൻ 0 എന്താണ്? 0 തന്നെയാണ്. 1 കൺജങ്ഷൻ 1 എന്താണ്? 1 തന്നെയാണ്. അതുപോലെ തന്നെ P യൂണിയൻ P ആണെങ്കിലോ 0 ഡിസ്ജങ്ഷൻ 0 എന്ന് പറയുന്നത് 0 ആണ്. 1 ഡിസ്ജങ്ഷൻ 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. അതായത് എന്താണോ P അത് തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അല്ലെ, സെയിം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് തന്നെ നമ്മളിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇത് വേണ്ടത്. നമ്മൾ എല്ലാം ഒന്നും പ്രൂവ് ചെയ്യുന്നില്ല, നമുക്ക് ഈ ഫോർമുലാസ് മാത്രമേ നമുക്ക് വേണ്ടൂ. അതുകൊണ്ട് ഞാൻ എല്ലാം പ്രൂവ് ചെയ്തിട്ട് പറയാൻ നിൽക്കുന്നില്ല, അന്നേരം ഒരുപാട് ടൈം പോകും. നമുക്ക് ഇതിന്റെ ഒരു ആവശ്യമില്ല. നമുക്ക് ഈ ഇക്വേഷൻസ്, അതായത് ലോ ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ പണ്ട് പഠിക്കുന്ന സമയത്ത് എല്ലാം നമ്മൾ സോൾവ് ചെയ്തിട്ട്, അതായത് പിന്നെ പ്രൂവ് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ട്രൂത്ത് ടേബിളിന്റെ അകത്ത് വില്ലെന്ന് കിട്ടി അങ്ങനെ വരക്കും, അതിന്റെ അകത്ത് നമ്മൾ എല്ലാ കണ്ടീഷൻ കൊടുക്കും. പിയും ക്യൂ ഉണ്ടെങ്കിൽ 2 വാല്യൂസും കൊടുക്കും. പിനും ക്യൂവിനും 0യും 1ഉം ഉള്ള എല്ലാ കോമ്പിനേഷൻസും കൊടുക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ പി മാത്രം പറഞ്ഞുകൊണ്ടാണ് പിക്ക് മാത്രം നമ്മൾ വാല്യൂ കൊടുത്തത്, അതായത് ക്യൂയുടെ കാര്യം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തേത് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ അകത്ത് എന്താ പറയുന്നത്? P ഇന്റർസെക്ഷൻ Q ഈക്വൽ ടു ഏതിനെ? Q ഇന്റർസെക്ഷൻ P. അതുപോലെ തന്നെ P യൂണിയൻ Q ഈക്വൽ ടു Q യൂണിയൻ P. കമ്മ്യൂട്ടേറ്റീവ് അല്ലെ, കമ്മ്യൂട്ടേറ്റീവ് ആണ്. A പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എന്ന് പറഞ്ഞിട്ടില്ലേ നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, അത് തന്നെ, അതുപോലെ തന്നെ. അതായത് അല്ലെങ്കിൽ A ഇൻറ്റു ബി എന്ന് പറയുന്നതും B ഇൻറ്റു A എന്ന് പറയുന്നതും സെയിം ആണ് അല്ലെ. എ ബി ഈക്വൽ ടു ബി എ അല്ലെങ്കിൽ A പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ എന്നെല്ലാം പറയുന്നത് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. അത് നമ്മൾ പണ്ട് മുന്നേ പഠിച്ചത്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ലോജിക്കിന്റെ അകത്ത് വരുന്ന സമയത്ത് P ഇന്റർസെക്ഷൻ Q ഈക്വലൻ ടു Q ഇന്റർസെക്ഷൻ P. അതായത് ഓർഡറിന് ഇവിടെ എന്തില്ല, പ്രത്യേകതയില്ല. അതായത് നമുക്ക് രണ്ട് ചെയ്ത് കഴിഞ്ഞാലും സെയിം തന്നെയാണ്. അതുപോലെ തന്നെ P യൂണിയൻ Q ഈക്വലൻ ടു Q യൂണിയൻ P. അതൊന്ന് ഓർത്ത് വെക്കണം. നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തേത് അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ എന്താ പറയുന്നത്? P യൂണിയൻ Q യൂണിയൻ R ഈക്വലൻ ടു P യൂണിയൻ Q യൂണിയൻ R. അതുപോലെ തന്നെ P ഇന്റർസെക്ഷൻ Q ഇന്റർസെക്ഷൻ R ഈക്വലൻ ടു P ഇന്റർസെക്ഷൻ, രണ്ടും ഞാൻ സെയിം എഴുതിയത് അല്ലേ. P ഇന്റർസെക്ഷൻ Q ഇന്റർസെക്ഷൻ R. ഇതിനകത്തൊരു പ്രത്യേകത ഉണ്ടല്ലേ, എന്താണ്? ബ്രാക്കറ്റ് മാറ്റിയിട്ടാ കൊടുത്തത് അല്ലേ. P യൂണിയൻ Q യൂണിയൻ R ഈക്വൽ ടു P യൂണിയൻ Q യൂണിയൻ R. അതുപോലെ തന്നെ P ഇന്റർസെക്ഷൻ Q ഇന്റർസെക്ഷൻ R ഈക്വലൻ ടു P ഇന്റർസെക്ഷൻ Q ഇന്റർസെക്ഷൻ R. അതായത് ഇവിടെ നമ്മൾ Pനും Qനാണ് നമ്മൾ ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത്, ബട്ട് ഇവിടെ Qനും Rനും. അതുപോലെ തന്നെ ഇവിടെ ഡിസ്ജങ്ഷന്റെ കേസിൽ Pനും Qനും ആണ് നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത്. അത് ഇവിടെ വരുന്ന സമയത്ത് Qനും Rനും ആയിട്ടുണ്ട് അല്ലെ. അസോസിയേറ്റീവ് ലോ തന്നെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ് വരുമ്പോഴാണ് കുറച്ചൊരു കൺഫ്യൂഷൻ വരും അല്ലെ.
ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്താ പറയുന്നത്? P ഇന്റർസെക്ഷൻ Q യൂണിയൻ R. P ഇന്റർസെക്ഷൻ Q യൂണിയൻ R ആണ്. അതെങ്ങനെയാ വരുക? നമുക്ക് എങ്ങനെ പറയാം? നമുക്ക് P ഇന്റർസെക്ഷൻ Q യൂണിയൻ P ഇന്റർസെക്ഷൻ R അല്ലേ? P ഇന്റർസെക്ഷൻ R. അതായത് നമ്മള് P ഇന്റർസെക്ഷൻ Q യൂണിയൻ R വരുന്ന സമയത്ത് P ഇന്റർസെക്ഷൻ Q യൂണിയൻ P ഇന്റർസെക്ഷൻ R അല്ലെ? ഡിസ്ട്രിബ്യൂട്ടീവ് ആയിട്ട് നമ്മൾ ഇതിനെ കൊടുക്കുക ചെയ്തത്, അതായത് ബ്രാക്കറ്റിലേക്ക് കൊടുക്കുക ചെയ്തത്. അപ്പൊ P ഇന്റർസെക്ഷൻ Q യൂണിയൻ P ഇന്റർസെക്ഷൻ R വന്നു. അതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫോർമുല. അല്ലെങ്കിൽ നമുക്ക് P യൂണിയൻ Q ഇന്റർസെക്ഷൻ R ആണെങ്കിൽ എങ്ങനെ വരും? P യൂണിയൻ Q ഇന്റർസെക്ഷൻ അല്ലെ? ഇന്റർസെക്ഷൻ എന്ത് വരും? P യൂണിയൻ R അല്ലെ? P യൂണിയൻ R. അതായത് ആ ബ്രാക്കറ്റ് ഒന്ന് ഡിസ്ട്രിബ്യൂട്ടീവ് ആയിട്ട് കൊടുത്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേ ഉള്ളൂ. P യൂണിയൻ Q ഇന്റർസെക്ഷൻ R ഈക്വൽ ടു P യൂണിയൻ Q ഇന്റർസെക്ഷൻ P യൂണിയൻ R. അതുപോലെ തന്നെ P ഇന്റർസെക്ഷൻ Q യൂണിയൻ R ഈക്വൽ ടു P ഇന്റർസെക്ഷൻ Q യൂണിയൻ P ഇന്റർസെക്ഷൻ R. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഡിമോർഗൻസ് ലോ. ഡിമോർഗൻസ് ലോ ഉണ്ടാകത്ത് എന്താ പറയുന്നത്? നെഗേഷൻ ഓഫ് P യൂണിയൻ Q ഈക്വൽ ടു നെഗേഷൻ ഓഫ് P ഇന്റർസെക്ഷൻ നെഗേഷൻ ഓഫ് Q. അതുപോലെ നെഗേഷൻ ഓഫ് P ഇന്റർസെക്ഷൻ Q ഈക്വൽ ടു നെഗേഷൻ ഓഫ് P ഇന്റർസെക്ഷൻ എന്താവും? യൂണിയൻ അല്ലെ? യൂണിയൻ ഓഫ് നെഗേഷൻ Q. അപ്പൊ എന്താ നമ്മളോട് പറഞ്ഞേ? നെഗേഷൻ ഓഫ് P യൂണിയൻ Q equivalent to negation of P intersection negation of Q. Negation of P intersection Q equivalent to negation of P union negation of Q. ഇതാണ് വരുന്നത്. അപ്പം ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്നത് ഡിമോർഗൻസ് ലോ. അതായത് നമ്മൾ ഈ നെഗേഷൻ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതേസമയം എന്ത് ചെയ്തു? യൂണിയൻ എന്നുള്ളത് ഇവിടെ മാറ്റിയിട്ട് ഇന്റർസെക്ഷൻ കൊടുത്തു. അതായത് യൂണിയൻ എന്നുള്ളത് ഇന്റർസെക്ഷൻ ആയി, അതുപോലെ തന്നെ നെഗേഷൻ എന്നുള്ളത് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ നെഗേഷൻ എന്നുള്ളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, അതുപോലെ തന്നെ ഇന്റർസെക്ഷൻ എന്നുള്ളത് മാറിയിട്ട് എന്തായി? ഡിസ്ജങ്ഷൻ അല്ലെങ്കിൽ യൂണിയൻ ആയിട്ട് മാറും ചെയ്തു. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ലോ എന്ന് എഴുതി വെക്കണം. നൾ ലോ അല്ലെങ്കിൽ ഡോമിനേഷൻ ലോ എന്നും കൂടെ പറയുന്നത്. P യൂണിയൻ ട്രൂ ഈക്വലന്റ് ടു ട്രൂ ആൻഡ് P ഇന്റർസെക്ഷൻ ഫാൾസ് ഈക്വൽ ടു ഫാൾസ് അല്ലെ? ഇന്റർസെക്ഷൻ വരുന്ന സമയത്ത് നമുക്കറിയാം എല്ലാം ട്രൂ ആണെങ്കിൽ മാത്രമേ ട്രൂ ആവുള്ളൂ. അപ്പൊ ഇന്റർസെക്ഷനോ എഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എന്തായി? ഔട്ട്പുട്ട് എഫ് ആയി. ഇന്റർസെക്ഷൻ വരുന്ന സമയത്ത്, കൺജങ്ഷൻ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഫാൾസ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഫാൾസ് തന്നെയാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്, അപ്പൊ ഇവിടെ ഫാൾസ് ആയിരിക്കും. അതുപോലെ തന്നെ ട്രൂ ആയിട്ട്, അതായത് ഓർ ഓപ്പറേറ്ററിനകത്ത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഏതിന്റെ കേസിൽ? ഡിസ്ജങ്ഷന്റെ കേസിൽ, അതായത് യൂണിയന്റെ കേസിൽ. അതാണ് നമ്മളെ നൾ ലോ അല്ലെങ്കിൽ ഡോമിനേഷൻ ലോ എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഐഡന്റിറ്റി ലോ. ഐഡന്റിറ്റി ലോ എന്താ പറയുന്നത്? P യൂണിയൻ F ഈക്വൽ ടു P ആൻഡ് P ഇന്റർസെക്ഷൻ T ഈക്വൽ ടു P. അതായത് നമ്മൾ നേരത്തെ ഇപ്പം പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? ഇവിടെ നമ്മളോട് എന്താ പറയുന്നത്? P യൂണിയൻ F. ഈ എഫിനല്ല ഇവിടെ പ്രത്യേകത അല്ലെ? പിക്ക് ട്രൂ ആണോ ഫാൾസ് ആണോ? ഇപ്പം ഇവിടെ എന്താണ്? ട്രൂ യൂണിയൻ എഫ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ഔട്ട്പുട്ട് ട്രൂ ആ വരുക. എഫ് യൂണിയൻ എഫ് ആണെങ്കിലും എന്താ വരുക? ഇവിടെ എഫ് ആന്ന് വരും. അതായത് ഇതാണ് പിയുടെ വാല്യൂ. പി യൂണിയൻ എഫ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ പിയുടെ വാല്യൂ എന്താണോ അത് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത്. പി യൂണിയൻ എഫ് എന്നുള്ളതിനകത്ത് പിക്ക് ട്രൂ കൊടുക്കുന്ന സമയത്ത് ട്രൂ യൂണിയൻ എഫ് വരും, ഔട്ട്പുട്ട് ട്രൂ വരും.
പിക്ക് എഫ് കൊടുക്കുന്ന സമയത്ത് എഫ് യൂണിയൻ എഫ് വരും, ഔട്ട്പുട്ട് എഫ് വരും. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന പി തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടിലും വന്നിട്ടുള്ളത് അല്ലെ, ഈ പി തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടിലും വന്നിട്ടുള്ളത്. അതാണ് ഈ ലോ പറയുന്നത്. അതുപോലെ തന്നെ ട്രൂ കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ പിയുടെ വാല്യൂ ട്രൂ ആണെങ്കിൽ ട്രൂ തന്നെയായിരിക്കും, ഫാൾസ് ആണെങ്കിൽ ഫാൾസ് ആയിരിക്കും. അതായത് പി ഇന്റർസെക്ഷൻ ട്രൂ എന്ന് വരുന്ന സമയത്ത് പിയുടെ വാല്യൂവിനെയാണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുക. പി ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും, പി ഫാൾസ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് കൺജങ്ഷൻ. കൺജങ്ഷൻ വരുന്ന സമയത്ത് നമ്മൾ എല്ലാ ഇൻപുട്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ട്രൂ ആവുള്ളൂ. അപ്പൊ ഇവിടെ ട്രൂ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് ഉണ്ടാവുക. അടുത്തത് നെഗേഷൻ ലോ. നെഗേഷൻ ലോ. നെഗേഷൻ ലോട്ടകത്ത് നമ്മൾ പറയുന്നത് പി യൂണിയൻ നെഗേഷൻ പി ഈക്വൽ ടു പി യൂണിയൻ നെഗേഷൻ പി ഈക്വൽ ടു ട്രൂ ആൻഡ് പി ഇന്റർസെക്ഷൻ നെഗേഷൻ പി ഈക്വൽ ടു ഫാൾസ്. നമുക്ക് നോക്കാം, ഇതൊന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കാം. എങ്ങനെ വരും? പിയുടെ വാല്യൂ ട്രൂ ആണ്, ഫാൾസ് ആണ്. ട്രൂ ആണെങ്കിൽ നെഗേഷൻ പി എങ്ങനെ വരും? ട്രൂ ആണെങ്കിൽ നെഗേഷൻ പി ഫാൾസ് വരും. പി എഫ് ആണെങ്കിൽ നെഗേഷൻ പി എന്ന് പറയുന്നത് ട്രൂ വരും. അങ്ങനെയാണെങ്കിൽ പി യൂണിയൻ നെഗേഷൻ പി എങ്ങനെ വരും? പി യൂണിയൻ നെഗേഷൻ പി എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഒന്ന് ട്രൂ ഉള്ളതുകൊണ്ട് ഔട്ട്പുട്ട് ട്രൂ, ഇവിടെ ഒന്ന് ട്രൂ ഉള്ളതുകൊണ്ട് ഔട്ട്പുട്ട് ട്രൂ. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് എന്താ കിട്ടിയിട്ടുള്ളത്? ട്രൂ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതേ സമയം നമ്മൾ പി ഇന്റർസെക്ഷൻ നെഗേഷൻ പി ആണ് കൊടുത്തിട്ടുണ്ടെങ്കിലോ, പി ഇന്റർസെക്ഷൻ വരുന്ന സമയത്ത് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് ട്രൂ വരുള്ളൂ. ഇവിടെ ഒന്ന് ഫാൾസ് ആയതുകൊണ്ട് ഔട്ട്പുട്ട് ഫാൾസ്, ഇവിടെ ഒന്ന് ഫാൾസ് ആയതുകൊണ്ട് ഔട്ട്പുട്ട് ഫാൾസ്. അപ്പൊ എന്താ വന്നിട്ടുള്ളത്? ഫാൾസ് ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? എന്താ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് അത് മനസ്സിലാവാൻ വേണ്ടി അതെങ്ങനെ വന്നു എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് പറഞ്ഞതാണ്. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ് ഡബിൾ നെഗേഷൻ ലോ. ഡബിൾ നെഗേഷൻ ലോ ഇതൊക്കെ എക്സ്റ്റെൻഡബിൾ ആണ്, ബാക്കിയുള്ളതേ നമുക്ക് വേണ്ടു. ഇതെല്ലാം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വന്നതാണ്. അതിനകത്ത് നെഗേഷൻ ഓഫ് നെഗേഷൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പി തന്നെ അല്ലെ. പിനെ നെഗേറ്റ് ചെയ്ത് വീണ്ടും നെഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് എന്തായിരിക്കും? പി തന്നെ ആയിരിക്കും അല്ലെ. നെഗേഷൻ ഓഫ് നെഗേഷൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പി തന്നെ ആയിരിക്കും. അതാണ് ഡബിൾ നെഗേഷൻ ലോണ്ടകത്ത് വരുന്നത്. അപ്പൊ ഇത്രയും ബേസിക് ലോസ് എന്തായാലും പഠിച്ചു വെക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളൂ. സോൾവ് ചെയ്യുന്നത് പ്രോബ്ലം വരും എന്തായാലും. ആ പ്രോബ്ലം നമുക്ക് കുറച്ചെണ്ണം ചെയ്ത് നോക്കണം. അപ്പൊ അത് അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പെട്ടെന്നുള്ളത് അതായത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. ഈ ലോ വെച്ചിട്ട് നമുക്ക് അതിനെ മാറ്റാൻ വേണ്ടി പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് നമുക്ക് തന്നിരിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ഒരു വലിയ ഫോർമുല ആണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് നമുക്ക് ട്രൂത്ത് ടേബിൾ വരച്ച് കണ്ടുപിടിക്കാം അല്ലെ. പക്ഷെ ഒരു വലിയ ഫോർമുല ആവുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ഈ ട്രൂത്ത് ടേബിൾ എല്ലാം വരച്ച് നമ്മൾ കോളെല്ലാം വരച്ച് കള്ളിയെല്ലാം വരച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം സമയം തീരും. അപ്പൊ അതിനെക്കാട്ടി ഏറ്റവും ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഫോർമുല സോൾവ് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ലോസ് യൂസ് ചെയ്തിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പൊ മറ്റേത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്ത ഉത്തരം കിട്ടാണ്ടില്ല. ട്രൂത്ത് ടേബിൾ വെക്കുന്ന സമയത്ത് ഉത്തരം കിട്ടാണ്ടെന്ന് നോക്കൂല. പക്ഷെ നമുക്ക് അതിന് മാത്രമുള്ള സമയമില്ല, ഇരുന്ന് വരച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം നമുക്ക് NTA നമുക്ക് തരുന്നില്ല. അപ്പൊ അതുകൊണ്ട് സോൾവ് ചെയ്യുന്നതായിരിക്കും, സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ല നമുക്ക് ചെറിയത് എന്തൊക്കെയല്ലേ ആണെങ്കിൽ നമുക്ക് ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല, വേഗം അത് കിട്ടുവാണെങ്കിൽ. പക്ഷെ വലിയ ഒരു 5-10 സ്റ്റേറ്റ്മെന്റുകളിലെ അല്ല 5-10 പ്രൊപ്പോസിഷൻ ഉള്ള വരുന്ന സമയത്ത് നമുക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, എന്നാൽ ഇത്ര വരെയുള്ളത് നോക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി എടുക്കാം. ശരി.